ഓഹരി വിപണിയിൽ കഴിഞ്ഞ ആഴ്ച കണ്ട കരുത്തുറ്റ പ്രകടനം യഥാർത്ഥ വസ്തുതകൾ വെളിപ്പെടുത്തുന്നതാണോ, അതോ അതൊരു റിലീഫ് റാലി അല്ലെങ്കിൽ ആശ്വാസ മുന്നേറ്റം എന്ന് പറയാവുന്നത് മാത്രമായിരുന്നോ എന്ന നിക്ഷേപകരുടെ സംശയം ദൂരീകരിക്കുകയാണ് ഫോക്കസ് ഓൺ ഫൈനാൻസ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അങ്ങനെ സംശയം ദൂരീകരിക്കപ്പെടണമെങ്കിൽ ചില സാധ്യതകളും വെല്ലുവിളികളും, അതായത് വിപണി നേരിടുന്ന ചില വെല്ലുവിളികളും ഒപ്പം തന്നെ വിപണിക്ക് മുന്നിലുള്ള ചില സാധ്യതകളും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അവ പരിശോധിച്ച ശേഷം വിലസൂചികകളുടെ, ഓഹരി വിലകളുടെ നിലവാരം ഏത് തലത്തിൽ ആയിരിക്കും വരും ദിവസങ്ങളിൽ നിന്ന് പ്രതിപാദിക്കാം. ആദ്യം സാധ്യതകൾ പരിശോധിക്കാം. വിപണിയിൽ നിലവിലുള്ള സാധ്യതകൾ പരിശോധിക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നത് ഇപ്പോൾ വിപണിയിൽ നിലവിലുള്ള അന്തരീക്ഷമാണ്. അത് വളരെ ഉത്സാഹത്തിൻ്റെതായ, വളരെ പ്രസരിപ്പിൻ്റെതായ ഒരു ഉത്സവ ഛായയാണ് ഇപ്പോൾ വിപണിയിൽ പ്രകടമായിരിക്കുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. എന്തായാലും ഇതൊരു ഫീൽ ഗുഡ് ഫാക്ടർ ആയതിനാൽ നിക്ഷേപകർക്ക് പൊതുവെ വിപണിയിൽ വിശ്വാസം വന്നിട്ടുണ്ട്. മാസങ്ങളായി വിപണിയുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർക്കുണ്ടായിരുന്നത് ഒരു മടുപ്പോ അല്ലെങ്കിൽ മരവിപ്പോ ഒക്കെ ആയിരുന്നു. ആ കാലാവസ്ഥയൊക്കെ മാറി വിപണിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. കാലാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റത്തിന് കാരണങ്ങൾ പലതുണ്ട്. ആ കാരണങ്ങൾ ഇനി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വാല്യുവേഷൻ, അതായത് വില നിലവാരം സംബന്ധിച്ചതാണ്. മിക്ക ഓഹരികളുടെയും വില നിലവാരം എന്ന് പറയുന്നത് വളരെ ഉയർന്ന തലത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. അതായത് ഏത് ഓഹരി വാങ്ങിയാലും അതിൽ നിന്ന് വലുതായൊന്നും പ്രതീക്ഷിക്കാനില്ല, അല്ലെങ്കിൽ വലിയ ഉയർച്ചയൊന്നും പ്രതീക്ഷിക്കാൻ ഇല്ല എന്നൊരവസ്ഥ അടുത്ത കാലത്ത് വരെ വിപണിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏത് ഓഹരി വാങ്ങിയാലും വീഴ്ചയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം ഓഹരികളുടെ എല്ലാം, പൊതുവെ മിക്ക ഓഹരികളുടെയും വില നിലവാരം എന്ന് പറയുന്നത് സാമാന്യം ന്യായമായ നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ താഴ്ന്ന നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. ഇത് വിപണിയിലെ കാലാവസ്ഥാ മാറ്റത്തിന് വലിയൊരു കാരണമാണ്. മറ്റൊരു കാരണം അമേരിക്ക ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ച ഭാരിച്ച ഇറക്കുമതി ചുങ്കം. അത് സംബന്ധിച്ച് വളരെയേറെ ഭയാശങ്കകൾ വിപണിയിൽ ഉണ്ടായിരുന്നത് മിക്കവാറും ശമിച്ചിരിക്കുന്നു എന്നതാണ്. ഇറക്കുമതി ചുങ്കത്തിന്റെ പ്രത്യാഘാതം അവസാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന് സ്വാധീനമൊന്നും അവസാനിച്ചിട്ടില്ല. അവ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും അവയുടെ അല്ലെങ്കിൽ അവയുമായി ബന്ധപ്പെട്ട ഭയാശങ്കകളിൽ വളരെയേറെ ശമനം ഉണ്ടായിട്ടുണ്ട്. അതത്ര കാര്യമാക്കേണ്ടതില്ല, അല്ലെങ്കിൽ പതിവ് വ്യവസായ വാണിജ്യ നിലപാടുകളെ അത് കാര്യമായി ബാധിക്കില്ല എന്നൊരു തോന്നലാണ് പൊതുവെ ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യവും വിപണിക്ക് മെച്ചപ്പെട്ട ഒരു കാലാവസ്ഥയാണ് സമ്മാനിക്കുന്നത്. ഇവയ്ക്കൊക്കെ പുറമെയാണ് GST വരുത്തിയിരിക്കുന്ന ഇളവ്. GST വരുത്തിയിരിക്കുന്ന വലിയ ഇളവ് മൂലം പല ഉൽപ്പന്നങ്ങൾക്കും നല്ല തോതിൽ വില കുറയേണ്ടതാണ്. എന്നാൽ പല ഉൽപ്പന്നങ്ങൾക്കും വ്യാപാരികൾ വില കുറച്ചു നൽകുന്നില്ല എന്നൊരു ആരോപണം, പരാതി പരക്കെയുണ്ട്. ഈ പരാതി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു സാവധാന പ്രക്രിയയാണ്. കാരണം അതിൻ്റെ പ്രത്യാഘാതം അല്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യം എന്ന് പറയുന്നത് ഉപഭോക്താക്കളിലേക്ക് എത്താൻ ചിലപ്പോൾ ഏതാനും ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം എന്നുള്ളതാണ്. എന്തായാലും വലിയ തോതിൽ വിലക്കുറവ് പല ഉൽപ്പന്നങ്ങൾക്കും അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഉയർന്ന വിലയുള്ള ഉൽപ്പന്നങ്ങൾക്ക് മാത്രമല്ല, ചെറിയ വിലയുള്ള ഉൽപ്പന്നങ്ങൾക്കും ഇത് ബാധകമാണ്. ഉയർന്ന വിലയുള്ള കാറുകൾക്ക് വലിയ തോതിൽ വില കുറഞ്ഞു കഴിഞ്ഞു. അതുപോലെ മുന്തിയ തരം സ്മാർട്ട് ഫോണുകളുടെ വിലയിലും വലിയ ഇടിവ്, പല ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ നല്ല ഇടിവുണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ മറ്റ് ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങളുടെ വിലയിലും ഗണ്യമായ ഇടിവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് സമ്മതിച്ചേ മതിയാവൂ. ഇതിനൊക്കെ പുറമെ മറ്റൊരു വ്യത്യസ്തമായ അവസ്ഥ വിപണിയിൽ പ്രകടമായിട്ടുള്ളത് പറയാം. അതായത് ഏതാനും ദിവസം മുമ്പ് വരെ വിദേശ ധനസ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയോ അതല്ലെങ്കിൽ അവ ഇന്ത്യൻ വിപണിയിൽ വലിയ തോതിലുള്ള വിൽപ്പനക്കാരായി പെരുമാറുകയോ ചെയ്യുന്നതാണ് കണ്ടുപോകുന്നത്.
എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇക്കഴിഞ്ഞ ഒരു 4 വ്യാപാര ദിനങ്ങളിൽ വിദേശ ധനസ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് വലിയ തോതിൽ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നതാണ് കണ്ടത്. ഇത് വലിയൊരു മാറ്റമാണ്. കാരണം വിദേശ ധനസ്ഥാപനങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ തുടങ്ങുന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു സൂചനയാണത്. വിദേശ ധനസ്ഥാപനങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരേണ്ടത്, ഇന്ത്യൻ വിപണിയിലേക്ക് മടങ്ങി വരേണ്ടത് വിപണിയുടെ മാത്രമല്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ഒരാവശ്യമാണ്. കാരണം കൂടുതൽ മൂലധനം ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുക എന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്, ഒഴിവാക്കാനാവാത്ത കാര്യമാണ്. അതിനാൽ ഏതു തരത്തിലുള്ള വിദേശ ധനസ്ഥാപനങ്ങളുടെ സാന്നിധ്യവും അത് അനുകൂലമായൊരു കാലാവസ്ഥയിലേക്കാണ് നയിക്കുക. അതിനാൽ അവ വരും ദിവസങ്ങളിൽ കൂടുതൽ ഓഹരികൾ വാങ്ങാൻ തയ്യാറായി ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇതിനൊക്കെ പുറമെയാണ് കഴിഞ്ഞ 3 മാസത്തെ, അതായത് കമ്പനികളുടെ ത്രൈമാസ പ്രവർത്തന ഫലങ്ങൾ വിപണിയിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങുകയാണ്. TCS ഉൾപ്പെടെ വിരലിൽ എണ്ണാവുന്ന ഏതാനും കമ്പനികളുടെ പ്രവർത്തന ഫലം മാത്രമേ അറിവായിട്ടുള്ളൂ. ഇന്ത്യയിലെ ലിസ്റ്റഡ് കമ്പനികളുടെ എണ്ണം 4000-ൽ ഏറെ വരും. ഈ കമ്പനികളുടെ എല്ലാം പ്രവർത്തന ഫലം ഈ ആഴ്ച മുതൽ വന്നു തുടങ്ങുകയാണ്. ഇവയിൽ പല കമ്പനികളുടെയും പ്രവർത്തന ഫലം സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് വിപണിക്കുള്ളത്. കാരണം ഇവ ഓഹരി വിലകളിൽ ഇതിന്റെ പ്രത്യാഘാതം നമുക്ക് അനുഭവപ്പെടും എന്നതാണ് കാരണം. ഈ ആഴ്ച തന്നെ പുറത്തു വരുന്ന കമ്പനികളിൽ ബാങ്കിങ് മേഖലയിൽ നിന്ന് തന്നെ 10 കമ്പനികളുടെ പ്രവർത്തന ഫലം ഈ ആഴ്ച നമുക്ക് അറിയാൻ സാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായ HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയവയ്ക്ക് പുറമെ യെസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയവയുടെ പ്രവർത്തന ഫലവും ഈ ആഴ്ച പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ IT മേഖലയിലെ പ്രമുഖ കമ്പനികളായ ഇൻഫോസിസ്, വിപ്രോ, HCL ടെക്നോളജീസ്, ടെക് മഹീന്ദ്ര തുടങ്ങിയവയുടെ പ്രവർത്തന ഫലവും ഈ ആഴ്ച പുറത്തു വരുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ അൾട്രാടെക് സിമെന്റ് തുടങ്ങിയുള്ള കമ്പനികളുടെ പ്രവർത്തന ഫലവും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിപണിയിൽ അതിന്റെ പ്രതിഫലനം പ്രതീക്ഷിക്കാം. ഇതും വിപണിയിലെ കാലാവസ്ഥയ്ക്ക് അനുകൂലമായ ഒരു ഘടകമാണ്. ഇതിനൊക്കെ പുറമെയാണ് മറ്റു ചില സ്ഥിതിഗതികൾ. ഉദാഹരണത്തിന് പണപ്പെരുപ്പത്തിന്റെ നിലവാരം വളരെ താഴ്ന്ന നിലവാരത്തിൽ തുടരുന്നത് അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിപണിക്ക് മാത്രമല്ല സമ്പദ് വ്യവസ്ഥയ്ക്കും വളരെ അനുകൂലമാണ്. ഉപഭോക്തൃ വിലയെ അടിസ്ഥാനമാക്കിയുള്ള, അതായത് ചില്ലറ വിലയെ ആശ്രയിച്ചുള്ള പണപ്പെരുപ്പ നിരക്ക് 2% താഴെ തുടരാൻ തുടങ്ങിയിട്ട് ഏകദേശം കുറെ മാസങ്ങളായി. ഇത് വളരെ അനുകൂലമായ ഒരു അവസ്ഥയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള ടോളറൻസ് ലെവൽ, അതായത് സഹന നിലവാരം, സഹിക്കാവുന്ന നിലവാരം, പണപ്പെരുപ്പത്തിന് സഹിക്കാവുന്ന നിലവാരം എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ കുറഞ്ഞ നിലവാരത്തിലാണ് ഇപ്പോൾ പണപ്പെരുപ്പത്തിന്റെ അവസ്ഥ. ഇത് വിപണിക്ക് വളരെ അനുകൂലമാണ്. ഈ അവസ്ഥയിലേക്ക് നയിച്ചതിന് പ്രധാന കാരണം ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലയിൽ ഉണ്ടായിട്ടുള്ള വലിയ കുറവാണ്. നമുക്കറിയാം, ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കാണ് ഈ പണപ്പെരുപ്പ നിരക്ക് സംബന്ധിച്ച സൂചികയിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ഉള്ളത് ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കാണ്. ഈ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലയിൽ വലിയ തോതിലുള്ള ഇടിവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ചില ഇനം പച്ചക്കറികളുടെ കാര്യത്തിൽ ഇക്കോണമിസ്റ്റുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞര് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. അതായത് TOP വെജിറ്റബിൾസ് എന്ന് പറയും. ഇത് സാധാരണക്കാർക്ക് പരിചിതമല്ല ഈ പ്രയോഗമെങ്കിൽ പോലും. അതായത് TOP എന്ന് പറയുന്നത് ടൊമാറ്റോ, ഒണിയൻ, പൊട്ടറ്റോ എന്നീ പച്ചക്കറികളെയാണ് TOP വെജിറ്റബിൾസ് എന്ന് ഇക്കോണമിസ്റ്റുകൾ വിവക്ഷിക്കുന്നത്. ഇത് തക്കാളി, സവാള, ഉരുളക്കിഴങ്ങ് എന്നിവയുടെ വിലയിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്, അതായത് വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ 3 വെജിറ്റബിൾസും, അതായത് ടൊമാറ്റോ, ഒണിയൻ, പൊട്ടറ്റോ എന്നിവയ്ക്ക് വെറും ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നതിലുപരി രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ളവയാണ്. കാരണം ഇതിൽ ചിലതിൻ്റെയൊക്കെ വലിയ തോതിലുള്ള വിലക്കയറ്റം ഇവിടെ ചില ഗവൺമെന്റുകളുടെ ഭാവിയെ പോലും ബാധിച്ച ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതിനാൽ ഈ TOP വെജിറ്റബിൾസ്, അതായത് ടൊമാറ്റോ, ഒണിയൻ, പൊട്ടറ്റോ എന്നിവയ്ക്കുണ്ടായിട്ടുള്ള വില ഇടിവ് വിപണിക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും രാഷ്ട്രീയമായി നോക്കിയാൽ പോലും വളരെ അനുകൂലമായ കാലാവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ടൊമാറ്റോയുടെ സെപ്റ്റംബറിലെ വില പരിശോധിച്ചാൽ 8.3% വിലയിടിവ് ഉണ്ടായിക്കഴിഞ്ഞു. സവാളയുടെ വിലയിലാണെങ്കിൽ ഇടിവെന്ന് പറയുന്നത് 46.2%. അതുപോലെ ഉരുളക്കിഴങ്ങിന്റെ വിലയിൽ 30.9% ഇടിവ് ഉണ്ടായിക്കഴിഞ്ഞു.
ഇത് മാത്രമല്ല, ഈ 3 ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും വിലയിടിവ് കൂടുതലായി തുടരുമെന്നുള്ള ഒരു സൂചനയുമുണ്ട്. അതിന് കാരണം ഇവയുടെ ഈ 3 ഉൽപ്പന്നങ്ങളുടെയും ഹാർവെസ്റ്റിംഗ് സീസൺ ആരംഭിക്കുന്നതേ ഉള്ളൂ. അടുത്ത ആഴ്ചയോടുകൂടി ഇവയുടെ ഹാർവെസ്റ്റിംഗ് സീസൺ, അതായത് വിളവെടുപ്പ് ആരംഭിക്കുകയാണ്. ഇവയുടെ വിളവെടുപ്പ് ആരംഭിക്കുന്നതോടുകൂടി രാജ്യമെങ്ങുമുള്ള സബ്ജി മണ്ടികളിലേക്ക്, അതായത് വെജിറ്റബിൾ മാർക്കറ്റുകളിലേക്ക്, സസ്യ വിപണികളിലേക്ക് കൂടുതലായി ഈ ഉൽപ്പന്നങ്ങൾ എത്തും. ഈ 3 ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിലെ പാചക മേഖലയിൽ, ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ വളരെ ഉയർന്ന സ്ഥാനമാണ്, അല്ലെങ്കിൽ അന്വേഷണീയമായ സ്ഥാനമാണ് ഉള്ളത് എന്നതിനാൽ ഇവയുടെ വിലയിടിവ് വിപണി വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഇവയ്ക്കൊക്കെ പുറകെയാണ് ദീപാവലി ആസന്നമായിരിക്കുന്നത്. ദീപാവലി എക്കാലത്തും ഏതു വർഷവും ദീപാവലി ഇന്ത്യൻ വിപണികൾക്ക് ആഘോഷത്തിൻ്റെതാണ്. സ്വാഭാവികമായും ഇത്തവണയും ദീപാവലി വേള ഇന്ത്യൻ വിപണിക്ക് പ്രതീക്ഷകളുടേതായിരിക്കുമെന്ന് കരുതുന്നു. ഇവയ്ക്കൊക്കെ പുറമെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്പനികളിൽ നിന്നുള്ള പ്രവർത്തന ഫലങ്ങൾ സംബന്ധിച്ചും വലിയ പ്രതീക്ഷയാണ് വിപണിക്കുള്ളത്. അപ്പം ആ ശുഭപ്രതീക്ഷയും വിപണിയിലെ കാലാവസ്ഥയ്ക്ക് അനുകൂലമായ ഒരു മാറ്റമാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത്, ഈ സാഹചര്യത്തിൽ ചില നിരീക്ഷണങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാന നിരീക്ഷണം ഫിക്കിയിൽ നിന്നുള്ളതാണ്. ഫിക്കി എന്ന് പറയുന്നത് ഇന്ത്യയിലെ വ്യവസായ വാണിജ്യ സംഘടനകളുടെ ഫെഡറേഷനാണ്. അതായത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഫിക്കി അടുത്തിടെ ഒരു സർവേ നടത്തുകയുണ്ടായി. വളരെ പ്രതീക്ഷാ നിർഭരമാകുന്ന ചില ഫലങ്ങളാണ് ആ സർവേയിലൂടെ ലഭിച്ചിട്ടുള്ളത്. അതിലൊന്ന്, ഇന്ത്യയിലെ വ്യവസായ വാണിജ്യ മേഖല സമീപ മാസങ്ങളിൽ സുസ്ഥിരമോ അല്ലെങ്കിൽ അതിലേറെയോ വലിയൊരു വളർച്ചയ്ക്ക്, വികാസത്തിന് വിധേയമാകാൻ പോകുന്നു എന്നാണ് ആ സർവേയിലൂടെ ലഭിച്ചിരിക്കുന്ന ഒരു അനുമാനം. അതായത് 87% വ്യവസായ വാണിജ്യശാലകളും അവയുടെ ഉൽപാദനത്തിലെ വലിയ വികാസമാണ്, വലിയ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഈ സർവേയിൽ കണ്ടെത്തുകയുണ്ടായി. അതിനു പുറമെ വ്യവസായ വാണിജ്യശാലകൾക്ക് ലഭിക്കുന്ന ഓർഡറുകളിൽ ഏതാണ്ട് 83% വർധന പ്രതീക്ഷിക്കുന്നതായും ഈ സർവേയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ 8 സുപ്രധാന വ്യവസായ മേഖലകൾ വലിയൊരു കുതിപ്പിന് സജ്ജമാണ് എന്ന നിരീക്ഷണവും ഫിക്കിയുടെ സർവേയിലുണ്ട്. ആ വ്യവസായ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്ന്, ഓട്ടോമോട്ടീവ് വ്യവസായമാണ്. അതായത് വാഹന നിർമ്മാണ വ്യവസായം. വാഹന നിർമ്മാണവുമായും അതുപോലെ വാഹനങ്ങളുടെ അനുബന്ധ ഘടകങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായവുമായും ഒക്കെ ബന്ധപ്പെട്ട് വലിയ വികാസമാണ് ഫിക്കിയുടെ സർവേയിൽ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് കെമിക്കൽസിൻ്റെതാണ്, രാസവസ്തുക്കളുടേത്. മറ്റൊരു വ്യവസായം ഇലക്ട്രോണിക്സ് ആണ്. ഇതിനു പുറമെ ക്യാപിറ്റൽ ഗുഡ്സ്, അതായത് മൂലധന വസ്തുക്കൾ, ഇവയുടെ ഉൽപാദനത്തിലും വലിയൊരു വികാസം ഫിക്കിയുടെ സർവേയിൽ അനുമാനിക്കുന്നുണ്ട്. ഇതിനു പുറമെ മെഷീൻ ടൂൾസ്, മെറ്റൽസ്, ടെക്സ്റ്റൈൽസ് എന്നിവയ്ക്ക് പുറമെ മിസ്ലേനിയസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന വസ്തുക്കളുടെ ഉൽപാദനത്തിലും വലിയ പ്രതീക്ഷയാണ് ഫിക്കിയുടെ സർവേയിൽ കാണുന്നത്. ഈ നിരീക്ഷണങ്ങൾക്ക് പുറമെ മറ്റൊരു സാഹചര്യം നിലനിൽക്കുന്നത് യുദ്ധ കാലാവസ്ഥയിൽ അനുഭവപ്പെടുന്ന ശമനമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം വളരെ പെട്ടെന്ന് തന്നെ അവസാനിച്ചു. മാസങ്ങളായി തുടരുന്ന ഇസ്രയേൽ ഗാസ സംഘർഷം അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. ഏതാണ്ട് തീരുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ വളരെ നാളുകളായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധവും ഏറെ താമസിയാതെ അവസാനിക്കുമെന്നൊരു പ്രതീക്ഷ വിപണിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനു പുറമെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മനോനിലയിൽ എന്തെങ്കിലും മാറ്റം വരാനുള്ള പ്രതീക്ഷയാണ് വിപണി ഉറ്റുനോക്കുന്ന മറ്റൊരു ഘടകം. അതിനൊരു കാരണമുള്ളത്, ഇപ്പോൾ നൊബേൽ സമ്മാനത്തിന് വേണ്ടി കൊണ്ടുപിടിച്ച് ആഗ്രഹിച്ച ട്രംപിന് യാഥാർത്ഥ്യബോധം വന്നു കാണും. കാരണം അദ്ദേഹത്തിന് നല്ല സമ്മാനമെന്ന് ബോധ്യപ്പെട്ടതോടെ അല്പമെങ്കിലും യാഥാർത്ഥ്യബോധം അദ്ദേഹത്തിന് വന്നു കാണണം. ആ സ്ഥിതിക്ക് കഴിഞ്ഞ ആഴ്ച US കോൺഗ്രസിലെ അംഗങ്ങൾ ഒപ്പിട്ട് നൽകിയ ഒരു നിവേദനമുണ്ട് ട്രംപിന്. ആ നിവേദനത്തിൽ US കോൺഗ്രസിലെ അംഗങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വാണിജ്യ ബന്ധം മെച്ചപ്പെടുത്തണം എന്നാണ്. അതിന് അവർ നിർദ്ദേശിക്കുന്നത്
താരിഫുകളുടെ വലിയ ഉയർന്ന നിരക്ക് കുറയ്ക്കണം എന്നതാണ്. അങ്ങനെ താരിഫുകളുടെ നിരക്ക് കുറയ്ക്കേണ്ടത് ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധം മെച്ചപ്പെടുന്നതിന് അത്യാവശ്യമാണെന്ന് US കോൺഗ്രസ് കരുതുന്നു. എന്ന് മാത്രമല്ല, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന് അതിനപ്പുറം നയതന്ത്രപരമായ പ്രാധാന്യം കൂടി ഉണ്ടെന്ന കാര്യവും US കോൺഗ്രസ് ട്രംപിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. US കോൺഗ്രസിന്റെ കത്ത് ട്രംപ് ഗൗരവമായി എടുത്താൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് മനോനിലയില് മാറ്റം ഉണ്ടായി കൂടുന്നില്ല. പക്ഷെ അത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ ഒന്ന് വ്യക്തമായിട്ട് പറയാം, നൊബേൽ സമ്മാനം കിട്ടാതെ പോയതിന്റെ മറ്റും ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഉടൻ തന്നെ ഒരു നടപടിയെടുത്തത് ചൈനയ്ക്ക് മേൽ വളരെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നതാണ്. ചൈനയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ചൈന സന്ദർശനത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്ന ട്രംപ് പെട്ടെന്ന് തന്നെ ചൈനയ്ക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതിന്റെ ഫലം ഇന്ത്യക്ക് അനുകൂലമാണ്. കാരണം ചൈനയ്ക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തുന്ന ഏത് നിയന്ത്രണവും ഫലത്തിൽ ഇന്ത്യൻ വിപണിക്കായിരിക്കും അനുകൂലമാകുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഇന്ത്യൻ വിപണിക്ക്, ഇന്ത്യയിലെ ഓഹരി വിപണിക്ക് വളരെ അനുകൂലമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെന്ന് കാണാം. ആകെ വെല്ലുവിളി എന്ന് പറയാവുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അതത്ര ഗൗരവമായിട്ട് എടുക്കേണ്ടതാണെന്ന് തോന്നുന്നുമില്ല. അത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ, അതായത് രാജ്യാന്തര നാണ്യനിധിയുടെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവ നടത്തിയ ഒരു പ്രസ്താവനയാണ്. ക്രിസ്റ്റലീനയുടെ പ്രസ്താവന ഇതാണ്: അതായത് ലോക സമ്പദ് വ്യവസ്ഥ വലിയ തോതിലുള്ള പ്രതിരോധ ശേഷിയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അത് വലിയൊരു അപകടം സാധ്യത കൂടി സൂചിപ്പിക്കുന്നു എന്നാണ് ഈ ക്രിസ്റ്റലീനയുടെ പരാമർശം. അതിന് ക്രിസ്റ്റലീന ഉദാഹരണമായി പറയുന്നത് സ്വർണം വാങ്ങിക്കൂട്ടുന്നതിൽ കേന്ദ്ര ബാങ്കുകളും ഉപഭോക്താക്കളും കാണിക്കുന്ന വർദ്ധിത തോതിലുള്ള ഔത്സുക്യമാണ്. ഇങ്ങനെ വർദ്ധിത തോതിൽ കേന്ദ്ര ബാങ്കുകളും ഉപഭോക്താക്കളും സ്വർണം വാങ്ങിക്കൂട്ടുന്നതിനോട് കാണിക്കുന്ന ആ ഒരു താല്പര്യം, അത് ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥയുടെ സൂചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നാണ് ക്രിസ്റ്റലീനയുടെ അഭിപ്രായം. എന്നാൽ ഈ അഭിപ്രായത്തോട് സാമ്പത്തിക ശാസ്ത്രജ്ഞർ പൊതുവെ കാര്യമായിട്ട് യോജിക്കുന്നില്ലെന്നതാണ് വാസ്തവം. ഇനി ഇന്ത്യൻ വിപണിയുടെ, അതായത് നമ്മുടെ ഓഹരി വിപണിയുടെ അടുത്ത ദിവസങ്ങളിലെ പ്രകടനം സംബന്ധിച്ച് ഉള്ളൊരു പരിശോധന നടത്തി നോക്കാം. സെൻസെക്സ് അവസാനിച്ചിരിക്കുന്നത് 82,582.82 നിലവാരത്തിലാണ്. നിഫ്റ്റി 25,285.35 നിലവാരത്തിലുമാണ് അവസാനിച്ചിരിക്കുന്നത്. ഈ രണ്ട് സൂചികകളും കഴിഞ്ഞ ആഴ്ച കൈവരിച്ച നേട്ടം എന്ന് പറയുന്നത് 1.5%. ഇത് വലിയൊരു നേട്ടമാണ്, ഗണ്യമായ നേട്ടമാണ്. ഇതിനൊക്കെ പുറമെ ബാങ്ക് നിഫ്റ്റിയിൽ, അതായത് ബാങ്കിങ് മേഖലയിൽ നിന്നുള്ള ഓഹരികളുമായി ബന്ധപ്പെട്ട നിഫ്റ്റി സൂചികയിൽ 1.8% വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നിഫ്റ്റിയുടെ നിലവാരം എന്ന് പറയുന്നത് അതിൽ ഒരു ഹയർ ബോട്ടം ഹയർ ടോപ്പ് ഫോർമേഷൻ ഉടലെടുത്തിരിക്കുന്നു എന്നതാണ്. അതായത് താഴ്ചയുടെ നിലവാരവും ഉയർച്ചയുടെ നിലവാരവും അല്പം കൂടി ഉയർന്നിരിക്കുന്നു എന്നർത്ഥം. അതായത് നിഫ്റ്റിക്ക് ലഭിക്കുന്ന പിന്തുണയുടെ നിലവാരം 25,000 എന്ന നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇത് വലിയൊരു ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എന്ന് മാത്രമല്ല, 25,200 പോയിന്റിന് മേൽ നിഫ്റ്റി ബ്രേക്ക്ഔട്ട് സാധിച്ചിരിക്കുന്നു. അതും കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ബ്രേക്ക്ഔട്ട് സാധിച്ചിരിക്കുന്നതിലൂടെ നിഫ്റ്റി എത്തി നിൽക്കുന്നത് വിപണിയിലെ വലിയൊരു കുതിപ്പിനുള്ള, അല്ലെങ്കിൽ വിപണിയിലെ വലിയൊരു മുന്നേറ്റത്തിനുള്ള പാതയുടെ പടിവാതിൽക്കലാണ് എത്തിയിരിക്കുന്നത് എന്നാണ് ഈ 25,200 ബ്രേക്ക്ഔട്ട് സൂചിപ്പിക്കുന്നത്. ഇത് മറ്റൊരു സൂചന കൂടി നൽകുന്നുണ്ട്. നിഫ്റ്റിയുടെ നിലവാരം ഇതായതിനാൽ കാര്യമായ തോതിൽ, അല്ലെങ്കിൽ വലിയ തോതിൽ തന്നെ ഷോർട്ട് കവറിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഷോർട്ട് കവറിങ്ങിൽ തയ്യാറായി കൂടുതൽ ഇടപാടുകാർ വിപണിയിലേക്ക് എത്തിയാൽ സൂചികയ്ക്ക് 25,400 ഉയരാൻ ഒരു പ്രയാസവുമില്ല. എന്ന് മാത്രമല്ല, നിഫ്റ്റി 25,500, 25,600 നിലവാരത്തിലേക്ക് നീങ്ങുന്ന കാലം ഒട്ടും വിദൂരവുമല്ല. ഇനി നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്, അതായത് ദിവസാടിസ്ഥാനത്തിലുള്ള ചാർട്ട് പരിശോധിച്ചാൽ ബോധ്യമാകുന്നത് അതിലെ മൊമെന്റം ഇൻഡിക്കേറ്ററുകളും അതുപോലെ തന്നെ ഓസിലേറ്ററുകളും, ഇവ രണ്ടും സൂചിപ്പിക്കുന്നത് ഒരു ബൈ മോഡാണ്. അതായത് ഓഹരികൾ സ്വന്തമാക്കാൻ അല്ലെങ്കിൽ ഓഹരികൾ വാങ്ങാൻ ഇതാണ് ഏറ്റവും പറ്റിയ കാലാവസ്ഥ എന്നാണ്. ഇത് ഓഹരികൾ വാങ്ങാൻ അനുകൂലമായ കാലാവസ്ഥ എന്നതിന് പുറമെ ചെറിയ ഇടിവ് പോലും
കൂടുതൽ ഇടപാടുകാരെ വിപണിയിലേക്ക് ആകർഷിക്കും എന്നതാണ്. ഇതിനൊക്കെ പുറമെ നിഫ്റ്റിയുടെ ലോങ് ടൈം എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്, അതായത് ദീർഘകാലത്തെ ഒരു ചലന ശരാശരി പരിശോധിച്ചാൽ അതും ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനൊക്കെ പുറമെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനേകം കമ്പനികളുടെ പ്രവർത്തന ഫലം വന്നു തുടങ്ങുകയാണ്. ആ കമ്പനികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ തീയതികളിലാണ് അവയുടെ റിസൾട്ടുകൾ, പ്രവർത്തന ഫലം പ്രഖ്യാപിക്കുന്നത്, അവയുടെ ഡിവിഡൻഡ് സംബന്ധിച്ച അളവ് എത്രയാണ്, റെക്കോർഡ് തീയതികൾ, സ്റ്റോക്ക് സ്പ്ലിറ്റിനും മറ്റും ആയി ബന്ധപ്പെട്ട റെക്കോർഡ് തീയതികൾ എന്നാണ്, തുടങ്ങിയ വിവരങ്ങളൊക്കെ അടങ്ങിയ, അല്ലെങ്കിൽ അവയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ഫോക്കസ് ഓൺ ഫൈനാൻസിൻ്റെതായി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവ കൂടി പരിശോധിക്കുന്നത് നന്നായിരിക്കും.